നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, നടൻ മണികണ്ഠൻ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം. മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും മണികണ്ഠൻ എന്ന ഒരു നടനെ തിരിച്ചറിയുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കമ്മട്ടിപ്പാടം എന്ന ഒറ്റ സിനിമയിലൂടെ മറ്റ് ഭാഷകളിലൊക്കെ അഭിനയിച്ച മണികണ്ഠനെ തിരിച്ചറിയാത്ത മലയാളികൾ ആരാണുള്ളത്? ആരുമില്ല എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ മണികണ്ഠനെ തിരിച്ചറിയില്ലാത്ത ഒരു പത്രമുണ്ട്, മനോരമ. വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മനോരമ ചില വാർത്തകൾ കൊടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പാരമ്പര്യമുള്ള പത്രമാണ്, മുത്തശ്ശിയാണ് എന്ന് പറയുന്നത്. ഈ മുത്തശ്ശിക്ക് കണ്ണ് കാണാതെ ആയോ, തിമിരം ബാധിച്ചോ എന്നാണ് ഇപ്പോൾ സംശയം. പറഞ്ഞു വരുന്നത്, മണികണ്ഠനെതിരെ ഒരു വാർത്ത, ആ മണികണ്ഠൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നു. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വന്നത്. ഒറ്റപ്പാലം എഡിഷനിലാണ് ആ വാർത്ത വന്നത്. ഒരു നടൻ മണികണ്ഠനെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ മണികണ്ഠന് സസ്പെൻഷൻ. ഇതാണ് തലക്കെട്ട്. നടൻ മണികണ്ഠന് സസ്പെൻഷൻ. ഈ പറയുന്ന മണികണ്ഠൻ മോട്ടോർ ബൈക്കിൽ ജോലി ചെയ്യുന്ന, അവിടെയാണ് ജോലി എന്നാണ് പറയുന്നത്. മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന മണികണ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് വാർത്ത. ഈ വാർത്ത 2 ദിവസമായിട്ട് വരുന്നുണ്ട്. ആ വാർത്ത കണ്ടു. അതിൻ്റെ ഫോട്ടോ സഹിതം പല സോഷ്യൽ മീഡിയയിലും വന്നു. അത് ഒറിജിനൽ മണികണ്ഠൻ്റെയാണ്, ഈ പിടിക്കപ്പെട്ട മണികണ്ഠൻ്റെയാണ്, അല്ലാതെ നമ്മുടെ നടൻ മണികണ്ഠൻ്റെ അല്ല. അതിനുശേഷമാണ് മനോരമയുടെ സ്വന്തം ലേഖകൻ ഒറ്റപ്പാലം എന്ന തലക്കെട്ടോടുകൂടി വാടക വീട്ടിൽ നിന്നും 1.90 ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നു എന്നിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. മണികണ്ഠൻ എന്നും ഫോട്ടോയും വെച്ചിരിക്കുന്നു. ഇത്തരം വാർത്ത കൊടുക്കുന്ന മനോരമ എന്ന് പറയുന്ന ഈ പത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇതിന് ഈ മനോരമ പത്രം അടിക്കുന്നതിന് മുമ്പ് പേജ് ചെയ്യുമ്പോൾ അത് പ്രൂഫ് നോക്കുന്ന ആളുണ്ടാകും അവിടെ ആ ഓഫീസിൽ. അത് നോക്കുന്നു, ഫോട്ടോ വെച്ച് ചെയ്യുമ്പോൾ അത് നോക്കുന്നു, പിന്നീട് അത് പ്രിൻറ്റിങ്ങിന് പോകുന്നു, അവിടെ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്തിട്ടൊന്നും ഈ മണികണ്ഠനല്ല, സിനിമാ നടൻ മണികണ്ഠനാണ്, ഈ മണികണ്ഠൻ തന്നെയാണ് എന്ന് വെച്ച് ഉറപ്പിച്ച് ആ പത്രം അടിക്കണമെങ്കിൽ അവർ തൻ്റെ ഇടം ഒന്ന് ആലോചിക്കണം. അത് വളരെ തെറ്റായ കീഴ്വഴക്കമാണ്. എന്നിട്ട് ഇത്രയും സമയമായി, ഇന്നലെ രാവിലെ പ്രിന്റ് എടുത്ത പത്രം ഇന്നലെ വൈകുന്നേരം വരെ വാർത്തകൾ വായിരുന്നു, എന്നിട്ടൊരു തിരുത്തു കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മണികണ്ഠൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം മണികണ്ഠൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട്, എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായൊരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോൾ മനോരമയ്ക്ക് എൻ്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പടി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? அதே மணிகண்டனாണ് എന്ന് പറഞ്ഞപ്പോൾ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளாவில் எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ணது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്നെ വളരെ എളുപ്പത്തിൽ
ചിത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ശരി. ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ്. അദ്ദേഹം ഒരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കുന്നു. വിളിക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ മിണ്ടാതിരിക്കുന്നു. കാരണം മണികണ്ഠൻ അറസ്റ്റ് ചെയ്തല്ലോ, പിന്നെ ഈ ഫോൺ എടുത്തത് ആരാണെന്ന് ഞെട്ടിപ്പോയി. അതാണ് അതിൻ്റെ ഉള്ളടക്കം. പക്ഷേ ഇത്തരം വാർത്ത കൊടുക്കുന്ന മനോരമ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വലിയ പാരമ്പര്യമുള്ള ഒരു പത്രമാണ്. ഇത്തരം ആളുകളെ ആ പത്രത്തിൽ ഇനിയും തുടരാൻ അനുവദിച്ചാൽ മരിച്ച ആളുകളെ ജീവിപ്പിക്കും നിങ്ങൾ, ജീവിച്ചിരിക്കുന്ന ആളെ കൊല്ലും നിങ്ങൾ. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ആ രീതിക്ക് വാർത്ത കൊടുത്തതിന് ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് ക്ഷമാപണം നടത്താൻ പോലും ഈ സമയം വരെ നിങ്ങൾ തുനിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മണികണ്ഠനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. മണികണ്ഠൻ ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്നു, കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മ, ഇവരുടെയൊക്കെ സംഘടനയാണ് താരസംഘടന. മണികണ്ഠൻ താരസംഘടന അമ്മയുടെ എല്ലാ മീറ്റിങ്ങിലും വരുന്ന ഒരു വ്യക്തിയാണ്. മണികണ്ഠൻ ഇപ്പൊ താരസംഘടന അമ്മയ്ക്ക് പരാതി നൽകുന്നു. അമ്മ ഇതിൽ ഇടപെടണമെന്ന് പറയുന്നു. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും വന്ന് സിനിമയിൽ വലിയ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണ്. പല സിനിമകളും ഇല്ലാതാകുന്നു, പല ആളുകൾക്കും സിനിമ നഷ്ടപ്പെടുന്നു. ഈ സമയത്തൊക്കെ ലോൺ വരെ അടയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ്. മണികണ്ഠനൊക്കെ ഒരു താഴെ കുടുംബത്തിൽ നിന്നും വന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ പേഴ്സണലി ഏറ്റവും അടുത്ത സുഹൃത്താണ് മണികണ്ഠൻ. അദ്ദേഹമൊക്കെ ലോൺ അടയ്ക്കുന്ന ബുദ്ധിമുട്ട് വരെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം EMI അടയ്ക്കണം, ഇതൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്ന ഒരു മണികണ്ഠന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ മണികണ്ഠൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. പൊതുജനം മൊത്തം മണികണ്ഠൻ്റെ കൂടെ നിൽക്കണം. മണികണ്ഠൻ്റെ കൂടെ നിന്ന് ഈ പത്രം പരസ്യമായി മണികണ്ഠൻ്റെ അടുത്ത് മാപ്പ് പറയണം. അതുകൊണ്ട് തീരുന്നില്ല. ഇദ്ദേഹത്തിനുണ്ടായ മാനക്കേട്, ഇദ്ദേഹത്തിനുണ്ടാകുന്ന പ്രൊജക്റ്റുകളിൽ നഷ്ടമുണ്ടാകുന്ന രീതിയിലേക്ക് സംഭാഷണമുണ്ടായി. ഇദ്ദേഹത്തിനുള്ള നാണക്കേടിന് മണികണ്ഠൻ നഷ്ടപരിഹാരം കൊടുത്തു തന്നെ വേണം ഈ പത്രം ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിപ്പോഴും പറയുന്നു, മണികണ്ഠൻ എന്ന നടനെ തിരിച്ചറിയാത്ത മാധ്യമപ്രവർത്തകരോ, ഒരു സിനിമ നടൻ, നമുക്കറിയാം മലയാള സിനിമയിൽ ഒട്ടനവധി സിനിമ, തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടനെ തിരിച്ചറിയില്ല എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ തെറ്റുപറ്റിയിരിക്കുന്നു. ആ മാധ്യമപ്രവർത്തകനെതിരെ നടപടി വേണം. അത്തരം ഒരു നിലയിലേക്ക് പോയാൽ മാത്രമേ മനോരമയായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പത്രപ്രവർത്തക യൂണിയനിലൊക്കെ വലിയ പ്രവർത്തനം നടത്തി ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ വാർത്ത കൊടുക്കുന്നവരാണ് ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർ. അവരൊന്ന് മനസ്സിലാക്കണം, ഓൺലൈൻ മാധ്യമങ്ങളിലായി തെറ്റുപറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ ആഘോഷമാക്കിയിരുന്നേനെ. ഞാൻ ഉൾപ്പെടെ ഓൺലൈനിലാണ്, ഞാൻ മുഖ്യധാര മാധ്യമത്തിൽ വർക്ക് ചെയ്തതാണ്. പക്ഷെ ഒരു ഓൺലൈനാണ് ഈ തെറ്റുപറ്റിയെങ്കിൽ എന്ത് രീതിക്ക് നിങ്ങൾ ആഘോഷമാക്കിയാണ്. ഇവിടെ ആരാണ് ഇത് ചർച്ചയ്ക്കെടുത്തത്? ഇതാരെങ്കിലും ചർച്ചയ്ക്കെടുത്തോ? ഞാൻ കുറച്ചു മുമ്പ് 24 ഈ സാധനം വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തയൊന്നും ഞാൻ കണ്ടില്ല, കാണാത്തോണ്ടായിരിക്കും. കമ്മട്ടിപ്പാടം പോലെയുള്ള സിനിമകളിലൂടെയൊക്കെ പ്രസിദ്ധനായ ആളാണ് മണികണ്ഠൻ ആചാരി എന്നൊക്കെ അറിയപ്പെടുന്ന മണികണ്ഠൻ രാജൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായി ഉണ്ടായ ഒരു പ്രയാസം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയായിരുന്നു. ഇന്നലെ ചില പത്രമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്തയിൽ ഈ ഷൊർണൂരിലെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഉപയോഗിച്ചിരുന്ന ചിത്രം മണികണ്ഠൻ രാജന്റേതായിരുന്നു. എന്നാൽ താൻ അങ്ങനെ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ താൻ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമല്ല. അതുകൊണ്ട് തന്നെ തെറ്റായി ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചത് വഴി തനിക്ക് വ്യക്തിപരമായ ഏറെ പ്രയാസമുണ്ടായിരുന്നു. തന്നെ കാസ്റ്റ് ചെയ്തിരുന്ന ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ അടക്കം വിളിച്ച് തന്നോട് ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക തനിക്കുണ്ട് എന്നുമാണ് മണികണ്ഠൻ പറയുന്നത്. ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. താൻ ഈ മേഖലയിലുള്ള ആളല്ലേ, തന്നെ അറിയാവുന്ന ആളല്ലേ, ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ തന്നെ വിളിച്ചവർക്ക് ഈ കാര്യത്തിൽ വ്യക്തത വരുത്താമല്ലോ എന്നും ചോദിക്കുന്നുണ്ട്. ഒരു പത്രത്തിൽ വന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അദ്ദേഹം പങ്കുവെച്ചത്. എന്തായാലും അത് സിനിമാ താരം തന്നെയാണ്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്നയാൾ സിനിമാ താരം തന്നെയാണ്. ആട് 2 പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ നടന്റേതായി തെറ്റിദ്ധരിച്ച ആ ചിത്രം നൽകുകയായിരുന്നു. അതുവഴിയാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതും തനിക്കുണ്ടായ മനോവിഷമം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു മണികണ്ഠൻ. എന്ന് മാത്രമല്ല, നിയമപരമായി തന്നെ ഇത്തരത്തിൽ തന്റെ ചിത്രം തെറ്റായി നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയുമാണ് മണികണ്ഠൻ. ആരെങ്കിലും ചർച്ചയ്ക്കെടുത്തു? നിങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. ഇത്തരം ഒരാളെ സമൂഹത്തിൽ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തുള്ള ഫോട്ടോ വെച്ച് വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ പ്രതികരിക്കാനും മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളിപ്പോൾ ആ സോഷ്യൽ മീഡിയക്കാരെ കൊന്നേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആർജവത്തോടു കൂടി പറയുന്നു, ഇത് ചെയ്തത് ക്രൂരമാണ്. മണികണ്ഠൻ എന്ന നടനെ തിരിച്ചറിയാത്ത മാധ്യമപ്രവർത്തകരോ, തിരിച്ചറിയാത്ത ഒരു മലയാളി പ്രേക്ഷകരോ, മണികണ്ഠൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കാണുന്നവരുണ്ടെങ്കിൽ മണികണ്ഠനെ തിരിച്ചറിയാതെ ഇരിക്കില്ല. അതുകൊണ്ട് മണികണ്ഠന്റെ ഫോട്ടോ വെച്ച് ഈ പ്രസിദ്ധീകരിച്ച സ്ഥാപനം മാപ്പ് പറയണം, പരസ്യമായിട്ട് മാപ്പ് പറയണം.
ഇദ്ദേഹത്തിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം, കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. താരസംഘടന അമ്മ ആർജവത്തോടു കൂടി ഇതിൽ ഇടപെടണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്.